Welcome to Aspire Defense. ഭൂരിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു സ്വപ്നമാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ഒരു ഓഫീസറായിട്ടുള്ള ഒരു ജോലി, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് പൈലറ്റ് ആവാനായിരിക്കും ആഗ്രഹം. അതിനുള്ള ആദ്യ അവസരം വരുന്നത് +2-ലാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും +2 യോഗ്യതയുള്ള കുട്ടികൾക്കും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ ഓഫീസർ ആവാനുള്ള അവസരമാണ് UPSC നടത്തുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ വഴി ലഭിക്കുന്നത്. കേരളത്തിലെ കുട്ടികൾ എല്ലാത്തിലും മുൻപന്തിയിലാണ്. എന്നാൽ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾക്ക് അത്ര നല്ല റിസൾട്ടുകൾ ലഭിക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആ പരീക്ഷകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ് ആ പരീക്ഷകളെ നേരിടാൻ പുറപ്പെടാറ്. നമ്മുടെ രക്ഷിതാക്കൾക്കും ഈ പരീക്ഷകളെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകൾ പരിമിതമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന +2 യോഗ്യതയുള്ള കുട്ടികൾക്കുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച കരിയർ വാഗ്ദാനം ചെയ്യുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയെക്കുറിച്ചാണ്. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ +2 യോഗ്യതയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2026 കലണ്ടർ അനുസരിച്ച് ഏറ്റവും പുതിയ വിവരം നമുക്ക് മനസ്സിലാവുന്നത് NDA 2026 NDA 1 എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ 10-ാം തീയതിയാണ്. അതായത് NDAയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 10-നാണ്. 30/12/2025 അതായത് ഡിസംബർ 30 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി. നിങ്ങളുടെ പരീക്ഷ വരുന്നത് 12/4/2026-നാണ്. അതായത് ഏപ്രിൽ 12-ാം തീയതിയാണ് NDA പരീക്ഷ വരാൻ പോകുന്നത്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് വഴി NDA പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ്, ആർമി, നേവി, എയർഫോഴ്സ്, ഇതിലൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ഓഫീസേഴ്സ് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ബിപിൻ റാവത്ത്, ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു. അതുപോലെ അഡ്മിറൽ R ഹരികുമാർ, അതേപോലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാൻ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ നിരവധി ഓഫീസേഴ്സ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ അഭിമാന താരങ്ങളാണ്. ഇവരെല്ലാവരും നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA പരീക്ഷ വഴിയാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ ഡിഫൻസിൽ അവർക്ക് ഓഫീസറായിട്ട് വരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെ ഉയർന്ന റാങ്കിലേക്ക് അവർക്ക് അവരുടെ സർവീസ് കാലയളവിൽ എത്താനും സാധിച്ചു. ഇന്ത്യയുടെ ആർമി, നേവി, എയർഫോഴ്സ് ചീഫ്മാരൊക്കെ, അതായത് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ ഉന്നത റാങ്കിലേക്കുള്ള ചീഫ് റാങ്ക് ഓഫീസേഴ്സ് എല്ലാവരും ഭൂരിഭാഗം പേരും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെയാണ് വരുന്നത്. ഇപ്പോഴത്തെ ആർമി, നേവി, എയർഫോഴ്സ് ചീഫ് എല്ലാവരും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെയാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമായത്. നാഷണൽ ഡിഫൻസ് അക്കാഡമി വിദ്യാർത്ഥികൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റിയും ഒരു ട്രൈ സർവീസ് ഓപ്പർച്യൂണിറ്റിയാണ്. ആർമി, നേവി, എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ആർമിയോ നേവിയോ എയർഫോഴ്സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയിലൂടെ ലഭിക്കുന്നു. നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് NDA പൂനെയിലോ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നാവൽ അക്കാഡമി, ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി തുടങ്ങിയ വേൾഡിലെ ഏറ്റവും മികച്ച
അക്കാഡമികളിലൂടെയുള്ള മികച്ച പരിശീലനം വഴി നിങ്ങൾക്ക് സേനയിലേക്ക് ഒരു ഓഫീസറായി ഗ്രൂപ്പ് എ ഗസറ്റഡ് റാങ്കോടുകൂടെ എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച അവസരമാണ് NDA പരീക്ഷ തരുന്നത്. നിങ്ങൾക്കൊരു പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും മികച്ച അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള ഇന്ത്യസ് ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ്സ് ഒക്കെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാണ്. ഇവരെ പോലെയൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഓഫീസേഴ്സ് ആവാൻ മികച്ച അവസരം നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ വഴി നിങ്ങൾക്ക് ലഭിക്കും. സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ പെൺകുട്ടികൾക്കും എഴുതാൻ സാധിക്കാറുണ്ട് ഈ വർഷങ്ങളിലൊക്കെ. അത് മികച്ച അവസരമാണ് പെൺകുട്ടികൾക്ക്. പെൺകുട്ടികളുടെ ആദ്യ ബാച്ച് ഫസ്റ്റ് 17 ഫീമെയിൽ കാഡറ്റ്സ് ജോയിൻ ആർമി ആഫ്റ്റർ NDA ഗ്രാജുവേഷൻ സെറമണി. പെൺകുട്ടികൾക്കുള്ള മികച്ച ഒരു വാർത്തയാണിത്. ആദ്യത്തെ ഫസ്റ്റ് 17 കാഡറ്റ്സ് ബാച്ച് ജോയിൻ ചെയ്തു ആർമിയിലേക്ക്. സോ മികച്ച അവസരമാണ് പെൺകുട്ടികൾക്കും ഈ പരീക്ഷ വഴി ലഭിക്കുന്നത്. എന്തൊക്കെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റ്സ്? പ്രസ്റ്റീജിയസ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു സെൻട്രൽ ഗവൺമെന്റ് ഗ്രൂപ്പ് എ ഗസറ്റഡ് റാങ്ക് ജോബിലേക്ക് കമ്മീഷൻഡ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് NDA വഴി മാറാൻ സാധിക്കുന്നു. ജോബ് സെക്യൂരിറ്റി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്കും ഒരു കരിയറിലേക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദി നേഷൻ, നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരമായിരിക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ ലഭിക്കുന്നത്. ആക്സസ് ടു അഡ്വാൻസ്ഡ് മിലിറ്ററി എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന വേൾഡ് ക്ലാസ് മിലിറ്ററി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് NDAയിലൂടെ ലഭിക്കും. എക്സലന്റ് ഹെൽത്ത് കെയർ ആൻഡ് അതർ ബെനിഫിറ്റ്സ്, നിങ്ങളെ കാത്തിരിക്കുന്നത് മികച്ച ബെനിഫിറ്റ്സുകളാണ്. ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, ട്രാവൽ അഡ്വഞ്ചർ ഓപ്പർച്യൂണിറ്റീസ്, പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. നിങ്ങൾക്ക് വളരെ മികച്ച പെൻഷനും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി ലഭിക്കുന്നു. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം. ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ നിങ്ങൾക്ക് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ കമ്മീഷൻഡ് ഓഫീസറായിട്ട് പ്രവേശിക്കാൻ സാധിക്കും. ആർമിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആരംഭത്തിൽ ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം ലഭിക്കുക. നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിലും എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ റാങ്കിലും ആയിരിക്കും നിയമനം. ഓരോ റാങ്കിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത റാങ്കിലേക്ക് നിങ്ങളുടെ കാലയളവിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ്. ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ തുടങ്ങി ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, അങ്ങനെ നിങ്ങൾക്ക് ജനറൽ, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരെ ആവാനുള്ള അവസരവും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുണ്ട്. അതേപോലെ തന്നെ നേവിയിലും സബ് ലെഫ്റ്റനന്റ് റാങ്ക് തൊട്ട് അഡ്മിറൽ റാങ്ക് വരെയേക്കും, എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസർ റാങ്ക് തൊട്ടിട്ട് നിങ്ങൾക്ക് എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ വരെയൊക്കെ പോകാനുള്ള അവസരവും ലഭിച്ചേക്കാം. സോ മികച്ച അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ബിരുദം എന്ന് പറയുന്നത് BA, BSc അല്ലെങ്കിൽ BTech, ഇതിലേതെങ്കിലും ഒരു ബിരുദമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആർമി വിങ് ചൂസ് ചെയ്യുന്നവർക്ക് BA ബിരുദമായിരിക്കും, മറ്റുള്ളവർക്ക് BSc, BTech ബിരുദം ആയിരിക്കും ലഭിക്കുക. ആർക്കൊക്കെ നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കാൻ പറ്റും? നിങ്ങൾ +2-ന് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതെല്ലാം പഠിച്ചവർക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ എഴുതാനുള്ള യോഗ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അവസരം വിനിയോഗിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാൻ സാധിക്കും. നിങ്ങൾ +2-ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമി ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ കൃത്യമായി മനസ്സിലാക്കി വേണം അതിന് തയ്യാറെടുപ്പ് നടത്താനായിട്ട്. അതിൻ്റെ ആദ്യ ഘട്ടം UPSC നടത്തുന്ന റിട്ടൺ എക്സാമിനേഷനാണ്. രണ്ടാം ഘട്ടം സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ആണ്. മൂന്നാം ഘട്ടം മെഡിക്കൽ ടെസ്റ്റ് ആണ്. നാലാം ഘട്ടം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ്
സെലക്ഷൻ പ്രൊസീജിയർ. ആദ്യഘട്ടത്തിൽ നടക്കുന്ന UPSCയുടെ റിട്ടൺ എക്സാമിനേഷനാണ് ആദ്യഘട്ടത്തിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായ പരീക്ഷ. അതിനുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികൾ ഇപ്പോഴേ ആരംഭിക്കുക. UPSCയുടെ റിട്ടൺ എക്സാമിനേഷൻ, NDAയുടെ ആദ്യഘട്ടം റിട്ടൺ എക്സാമിനേഷനാണ്. അതിൽ 2 പേപ്പറുകളാണ് ആ പരീക്ഷയിലുള്ളത്. ഇതൊരു ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണ്. ഇതൊരു ഒബ്ജക്റ്റീവ് ലെവൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. പക്ഷേ നിങ്ങൾക്ക് പേപ്പർ 1 ആൻഡ് പേപ്പർ 2ൻ്റെ സിലബസ് കൃത്യമായി പഠിച്ച് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്താം. പേപ്പർ 1 മാത്തമാറ്റിക്സും പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റും ആണ്. പേപ്പർ 1ന് നിങ്ങൾക്ക് 120 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 300 മാർക്കിനാണ് പരീക്ഷ. 2.5 മണിക്കൂറാണ് പരീക്ഷ സമയം എന്ന് പറയുന്നത്. ഒറ്റ ദിവസത്തിൽ നടക്കുന്ന പരീക്ഷയാണ് UPSCയുടെ NDA റിട്ടൺ എക്സാമിനേഷൻ. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ടാണ് പരീക്ഷ. പേപ്പർ 1 രാവിലെ ആയിരിക്കും നടക്കുക. പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എക്സാമാണ്. അതിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 600 മാർക്സ് ആണ് പരീക്ഷ ലഭിക്കുന്ന ആകെ മാർക്ക്. 2.5 മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം. ആകെ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ നോക്കിക്കഴിഞ്ഞാൽ 900 മാർക്കിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. പേപ്പർ 2 ജനറൽ എബിലിറ്റി ടെസ്റ്റ്, അതിൽ നമുക്ക് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതിൽ ഇംഗ്ലീഷ് പാർട്ട് A ഇംഗ്ലീഷ് ആണ്. അത് 200 മാർക്സിനാണ് ഇംഗ്ലീഷ് ഉള്ളത്. ഇംഗ്ലീഷ് നല്ല വെയിറ്റേജ് ഉള്ള ഒരു പേപ്പറാണ്. പാർട്ട് B ജനറൽ നോളജ് സെക്ഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് ഇവൻറ്റ്സ്, ഇങ്ങനെ മൾട്ടിപ്പിൾ സബ്ജക്ട്സുകൾ അതിലുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് 400, 200, 600 മാർക്ക് പേപ്പർ 2വിന് മൊത്തത്തിൽ ഉള്ളത്. 2.5 മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം. പേപ്പർ 2വിന് ആകെ 600 മാർക്കും പേപ്പർ 1 മാത്തമാറ്റിക്സിന് 300 മാർക്കും ചേർന്നാണ് ടോട്ടൽ 900 മാർക്കിനാണ് ഈ പരീക്ഷ നടക്കുന്നത്. UPSC NDA പരീക്ഷ കാത്തിരിക്കുന്ന എല്ലാ +2 വിദ്യാർത്ഥികളും, +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികളും തയ്യാറായിരിക്കുക. നിങ്ങൾക്കുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതാണ്. ഡിസംബർ 10ന് ആപ്ലിക്കേഷൻ ആരംഭിക്കും. ഡിസംബർ 31 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഏപ്രിൽ 12നാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴേ ചിട്ടയായിട്ടുള്ള പരിശീലനം, വളരെ ഫോക്കസ്ഡ് ആയിട്ട് സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ടുള്ള പഠനമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ മുൻപന്തിയിൽ എത്തിക്കാൻ സാധിക്കുക. അതുകൊണ്ട് മികച്ച പരിശീലനം നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ അയക്കുക. ആപ്ലിക്കേഷൻ അയക്കാനുള്ള പ്രായപരിധി 16.5 to 19.5 ആണ് നിങ്ങളുടെ പ്രായപരിധി. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് അപേക്ഷ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അപേക്ഷ അയക്കുക. കേരളത്തിൽ UPSC നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയ്ക്കായിട്ട് സാധാരണയായിട്ട് 3 സെൻറ്റേഴ്സാണ് ഉണ്ടാവാറ്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററുകൾ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ ആർ യു റെഡി? നിങ്ങൾ ഒരു സീരിയസ് ആസ്പിരൻ്റ് ആണോ? UPSC നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് ആണോ എന്ന് നിങ്ങളോട് സ്വയം ചോദിക്കാം. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല പരിശീലനത്തിലൂടെ, നല്ല പ്രിപ്പറേഷനിലൂടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം, ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമാണ് ആസ്പയർ ഡിഫൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എനി ടൈം വാച്ചബിൾ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ, ലേറ്റസ്റ്റ് പാറ്റേൺ മോക്ക് ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം. നിങ്ങൾക്കുള്ള SSB ഇൻ്റർവ്യൂ ഗൈഡൻസും ആസ്പയർ ഡിഫൻസിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. സോ നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള കോച്ചിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 9 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാം.
നിങ്ങൾക്ക് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തെ സേവിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കുള്ള മികച്ച അവസരമാണ് NDA പരീക്ഷ എന്ന് പറയുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.